നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയോദീരയേത്. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഹരിവംശ പ്രഭാഷണ പരമ്പരയുടെ 26ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കംസവധം വരെയുള്ള ഭാഗങ്ങൾ നോക്കാം. മുമ്പ് പറഞ്ഞു, രാമകൃഷ്ണന്മാര് മധുരാപുരിയിലെത്തി ധനുർയാഗത്തിന്റെ സ്ഥലത്ത് ചെന്നിട്ട് ആ വില്ല് പൊട്ടിച്ചു. പിന്നെ ഭടന്മാരൊക്കെ കുറെ രോഹിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ കുബ്ജയെ അനുഗ്രഹിച്ചു. ഈ വിഷയങ്ങളൊക്കെ കംസൻ അറിഞ്ഞു. കംസൻ അതിനെ എല്ലാം കേട്ടിട്ട് വളരെ പരിഭ്രാന്തനായി. കംസന്റെ ചിന്തകളൊക്കെയാണ് പിന്നീട് 28ാമത്തെ അധ്യായത്തിൽ കുറച്ച് വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. എന്നിങ്ങനെയാണ്: വില്ലൊടിച്ചതു ചിന്തിച്ചിട്ടവൻ ഭോജവിവർദ്ധനൻ, മനം കെട്ടരജൻ ചിന്തയാണ്ടു ദുഃഖിച്ചതേറ്റവും. മനസ്സൊക്കെ വെടിച്ചു എന്നാണ്. എന്ത് ബാലൻ പേടി എന്നെ ധിക്കരിച്ചു വരിഷ്ഠനെ, പുരുഷന്മാർ കണ്ടു നിൽക്കേ വില്ലൊടിച്ചു ഗമിക്കയോ. ഇത്രയൊക്കെ ആൾക്കാർ നോക്കി നിൽക്കെ ഒരാളെയും വിലവെക്കാതെ ഈ കുട്ടികൾ വന്നിട്ട് താൻ കേമായിട്ട് പൂജിച്ചു വെച്ച വില്ലൊടിച്ചു കളഞ്ഞോ എന്നൊക്കെ വിചാരിച്ചു. ആ പോലെ വിഷമത്തിലായി. എന്നിട്ട് വിചാരിച്ചു, ദൈവത്തെ പൗരുഷം കൊണ്ടു തടുപ്പാനിടതായി വരാ നാരദന്റെ ഒന്നൊരാ വാക്കൂ നമുക്കൊത്തിയത് നിശ്ചയം. ഇതൊക്കെ ദൈവവിധി തന്നെ. അതിനെ പൗരുഷം കൊണ്ട്, സ്വന്തം പ്രാഗൽഭ്യം കൊണ്ട് തടുത്തു നിർത്താൻ വിഷമം തന്നെ. പണ്ട് നാരദൻ പറഞ്ഞതൊക്കെ ശരിയായി വരികയാണ്. നാരദൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ശരിയായി വരികയാണ് എന്നൊക്കെ വിചാരിച്ചു. ഏതായാലും ഭടന്മാരെയും മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മണ്ഡപം, മല്ലയുദ്ധത്തിലുള്ള മണ്ഡപം വേണ്ട പോലെ തയ്യാറാക്കണം. ആ രാമകൃഷ്ണന്മാരെ മല്ലന്മാരെ കൊണ്ട് കൊല്ലിക്കാം, അല്ലെങ്കിൽ ആനയെ കൊണ്ട്, കോലയാപീഠം പ്രസിദ്ധമായ ആനയുണ്ട്, ആനയെ കൊണ്ട് ചവിട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കേമായിട്ട് എന്തോ ഒരു മല്ലയുദ്ധം നടക്കുന്നു എന്ന് പ്രതിയില്ലാക്കാതെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന പോലെയാണ്. എന്നിട്ട് അവിടേക്ക് കുട്ടികൾ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് മല്ലയുദ്ധത്തിന് പ്രേരിപ്പിച്ചിട്ട് ദുഷ്ടന്മാരായ മല്ലന്മാരെ കൊണ്ട് കൊല്ലിക്കാമെന്നാണ് വിചാരം. കൊണ്ട് വിസ്തരിച്ച നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. നാളെ മാല്യങ്ങൾ, ചിത്രങ്ങൾ, കൊടിക്കൂറകളൊത്തുമേ, പൂക്കളിന്നി മണപ്പിച്ചു മേലാപ്പുകൾ അണിഞ്ഞുമേ, ഒരുക്കേണം മഞ്ചവാടം പ്രാന്തവീതി മൊത്തവ, രംഗവാടത്ത് മരളിക്കൂട്ടം കൂട്ടേണം ഏറ്റവും, മേലാപ്പുകൾക്ക് അലങ്കാരം ചേരും വലികളും ശരി. ഗംഭീരമായ ഒരുക്കങ്ങളൊക്കെ കൊണ്ടാണ് വേണ്ട. പാനപാത്രങ്ങളൊക്കെ ഒരുക്കണം, സദസ്സിൽ ഇരിക്കാനുള്ള സംഗതികൾ ഉണ്ടാവണം, ജലഭാരം നിറച്ചെങ്ങും നാനാസ്വർണ്ണ ഘടങ്ങളും ഒരുക്കേണം വലികളും, കുംഭം തോറും കഷായവും, മല്ലന്മാർക്ക് ആജ്ഞ നൽകണം കാഴ്ചക്കാർക്കും അതേവിധം, സമാജത്തിങ്ക നന്നായി മഞ്ചശോഭകൾ കൂട്ടണം. ഇരിപ്പിടങ്ങളൊക്കെ കേമായിട്ട് അലങ്കരിക്കണം, സൗകര്യത്തിൽ വെള്ളം കുടിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കണം, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ വരുത്തി രണ്ടു മല്ലരെ വൻപുള്ള ചാണൂരനെയുമേവ മുഷ്ടികനെയുമേ. മല്ലന്മാരെ പേരാണ്. ഈ ആന്ധ്രജാതീയനാണ് ഈ ചാണൂരൻ. ജലൈകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചാണൂരനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു, നിങ്ങൾ ആ കൃഷ്ണരാമന്മാരെ എങ്ങനെയെങ്കിലും വധിക്കണം എന്ന് പറയാൻ. എൻ വ്രജത്തിൽ വളർന്നോരാ രണ്ട് ഗോപാലരില്ലയോ, രാമനും കൃഷ്ണനും ബാലയരെന്നാലും തളരാത്തവർ, വനേതരന്മാരിവരെ രംഗത്തിൻ പൊരുവോർകളെ പീഡിച്ചിട്ടുടനെ തന്നെ കൊന്നിടേണം അസംശയം. നിങ്ങളെങ്ങനെയെങ്കിലും അവരെ അദ്ദേഹത്തിനെ വീഴ്ത്തി കൊല്ലണം. എല്ലാവരും വേണ്ട പോലെ പ്രയത്നിക്കണതിന് വേണ്ടിയിട്ട് എൻ്റെ ആജ്ഞയിൽ ഉദാസീനത ഉണ്ടാവരുത്, അവജ്ഞ ചെയ്യല്ല, അവരിൽ പ്രയത്നം തന്നെ ചെയ്യണം. കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരോട്, ഈ രാമകൃഷ്ണന്മാരോട് യാതൊരു മാർദ്ദവും കാണിക്കേണ്ടതില്ല. മഹാശാഠ്യക്കാരാണ്, അവരെക്കുറിച്ച് എനിക്ക് ശല്യമാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അവർ ദത്തെന്നോർത്ത്. അപ്പോൾ ഈ മല്ലന്മാർ തങ്ങളുടെ ശക്തിയിലും സാമർഥ്യത്തിലും ഒക്കെ വളരെ അഭിമാനമുള്ളവരാണ്. അവർ പറഞ്ഞു, രാജാവെ അങ്ങ് ഒന്നിനെക്കുറിച്ച് പരിഭ്രമിക്കണ്ട, ഞങ്ങൾ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചത്തു എന്ന് വിചാരിച്ചോളൂ. അവർ തത്തെന്നോർത്ത് കൊള്ളുക, ആ പാവങ്ങൾ ശവമായവർ അരിഷ്ടമാണ്ടോരവരായി ഞങ്ങൾ നേരിട്ട് നിൽക്കുകിൽ പൊടിച്ചേക്കും ഞങ്ങൾ മുൻപിൽ വെച്ച കാടര നിശ്ചയം.
പക്ഷെ കാട്ടുപ്രദേശത്ത് വന്നവരാണ്. കാടന്മാരായ അവരെ ഞങ്ങൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ ഒടിച്ചു കളയും, അത് പരിഭ്രമിക്കേണ്ടതാണ്. അങ്ങനെ അവർ പോയി. അതിനുശേഷം ഈ കംസൻ ഒരു ആനക്കാരനെ വിളിക്കാൻ, അയാളുടെ പേര് മഹാമാത്രൻ എന്നൊരു പേര് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ കംസന് ഹസ്തിജീവി മഹാമാത്രനോട് ഓതിനാൻ. ഹസ്തി ആനയെ കൊണ്ട് ജീവിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ആനക്കാരന് ഹസ്തിജീവി എന്ന് പ്രയോഗിച്ചാൽ, ആ മഹാമാത്രൻ ആനോട് പറഞ്ഞു, നീ ഗോപുരദ്വാരത്തിൽ നാളെ പ്രഭാതത്തിൽ എൻ്റെ കുവലയാപീഠമെന്ന് ആനയെ നിർത്തണം, ആനയെ പ്രകോപിപ്പിക്കണം, ഈ കുട്ടികൾക്ക് നിനക്ക് ആനയെ അയക്കണം, അങ്ങനെ ആനയുടെ ചവിട്ടേറ്റിട്ടോ ഒക്കെ അവർ മരിക്കണമെന്ന്. ഗജങ്കുവലയാപീഠൻ രംഗദ്വാരത്തിൽ നിൽക്കണം എന്നുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം എന്ന് പറയാൻ. കൂറ്റൻ മതവിലോലാക്ഷൻ മർത്യൽ ക്രോധനൻ ചലൻ മതം ചാടും കന്നമുള്ളോൻ ചണ്ടൻ പ്രതികരോദ്ധതൻ. അങ്ങനെ കേവനായിരിക്കുന്ന ആനയാണ്. അവരെ എന്ത് ചെയ്യണം? രണ്ടുപേരും ഇവനെ കൊണ്ടുപോയി. അവൻ വീണത് കണ്ടീൽ വസുദേവൻ സ്വബാന്ധവൻ. അങ്ങനെ രാമകൃഷ്ണന്മാർ വീണു കൊല്ലപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വസുദേവരുടെ ക്ഷേമത്വവും അദ്ദേഹത്തിൻ്റെ ഉള്ള പിന്തുണയൊക്കെ ഇല്ലാതാവും. വേറിട്ട വൃക്ഷം പോലെ വസുദേവർ വീഴും. ആകെയറ്റ് നശിച്ചിടും കണ്ണനെ കൊന്നു കാണുകിൽ ഇവരെ കൊന്നാൻ ആയല്ലോ നല്ലൊരാലോചനിച്ചുമാം ഒരു നിർയാതനെ നിർയാദവ നിലയ്ക്കാക്കി സൗഖ്യം ജരിങ്ങുവൻ. അങ്ങനെ യാദവന്മാരെ തന്നെ ഇല്ലാതാക്കണം അയാൾ പറയുന്നത്. അപ്പോൾ കേൾക്കുന്ന സംശയം, ഇയാൾ യാദവനല്ലേ, അപ്പോൾ യാദവ കുലത്തെ തന്നെ നശിപ്പിക്കണമെന്നൊരാശയം കംസനുണ്ടാവാൻ പാടുണ്ടോ, അങ്ങനെ പറയാനിടയുണ്ടോ എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ അതിനെ വിശദാക്കാൻ വേണ്ടിയിട്ട് നാരദൻ പഴയ ഒരു രഹസ്യം പറയാൻ. അതായത് യഥാർത്ഥത്തിൽ ഞാൻ യാദവ കുലത്തിലാണ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നത് ഉഗ്രസേനൻ്റെ മകനാണെന്ന് ഖ്യാതി ഉള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ ഉഗ്രസേനൻ കൊള്ളാത്തവനാണ്, അയാളുടെ മകനല്ല ഞാൻ എന്ന് പറയാൻ. അങ്ങനെ അത് പറയുന്ന ഒരു ആനക്കാരനോട് നമുക്ക് അത്ഭുതം തോന്നും. സാധാരണ ആനക്കാരൊക്കെ ഒരു എൻ്റെ ഭൃത്യവർഗത്തിൽപ്പെട്ട ഒരാളാണ്. ആ ഭൃത്യവർഗത്തിൽപ്പെട്ട ഒരാളോട് തൻ്റെ ജന്മരഹസ്യം അതും അമ്മയ്ക്ക് അപമാനകരമായി തോന്നാവുന്ന ഒരു കാര്യമാണ് ഇയാൾ പറയുന്നത്. അയാൾ പറയാണ്, സുതാർത്ഥ്യാമർത്യനല്ല അല്പവീരനാ ഉഗ്രസേനാൽ പിറന്നോനല്ല ഞാൻ അത്രേ എന്ന് എന്നോടോതി നാരദൻ. നാരദൻ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയെന്നാണ്. ഈ അമ്മ എന്നെ പ്രസവിച്ചെങ്കിലും ഞാൻ അമ്മയ്ക്ക് ഭർത്താവായിരിക്കുന്ന ഉഗ്രസേനൻ്റെ ബീജത്തിൽ നിന്നുണ്ടായതല്ല എന്നാണ്. അന്യപുരുഷനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗർഭത്തിലാണ് ഞാൻ ഉണ്ടായതെന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ഭുതമായിട്ട് തോന്നും. അതുകൊണ്ട് ആ മഹാമാത്രം ചോദിച്ചു, എന്തേ പറഞ്ഞു ദേവർഷി നാരദൻ പണ്ട് വന്നവാ. നാരദൻ പറഞ്ഞു തോന്നുന്നു. നാരദൻ എന്താ അങ്ങോട്ട് പറഞ്ഞത്? ഒരത്ഭുതം തോന്നുന്നു. എനിക്ക് അത്ഭുതമാണ്. നീ ഒരു ആശ്ചര്യം ചൊല്ലി കേട്ടേനരിന്തമ ഉഗ്രസേനൻ പിതാവിനെ അന്യനാജാതനോ ഭവാൻ. ഉഗ്രസേനല്ല വേറൊരാളാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഇനി അഥവാ അങ്ങയുടെ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നി, അന്യപുരുഷനെ പ്രാപിച്ചിട്ടാണ് അങ്ങ് ഉണ്ടായതെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇത് വളരെ ലജ്ജാകരമായ സംഗതിയല്ലേ? അങ്ങനെ അമ്മ അങ്ങനെ ചെയ്യുമോ? നാടൻ പെണ്ണ് പോലും ചെയ്യില്ല ഇത് ജുഗുപ്സിതം. ഇപ്പോൾ യാദവംശത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഉഗ്രസേനൻ്റെ ഭാര്യയായിരിക്കുന്ന ഒരു സ്ത്രീ അന്യപുരുഷനാൽ ഇന്ന് ഗർഭം ധരിച്ചു പോകുന്ന കഷ്ടമല്ലേ? അതെനിക്ക് കേൾക്കണം മോഹമുണ്ട്. വിസ്തരിച്ചിട്ട് കേൾക്കുകയാണ്, ഇതിന് കൗതുകമുണ്ടുമേ. ഇങ്ങനെയൊക്കെ ഒരു രാജാവും വേലക്കാരും തമ്മിൽ സംസാരിച്ചു എന്നുള്ള തന്നെ അത്ഭുതമാണ്. കംസൻ അതൊക്കെ വിഷമമില്ലാണ്ട് പറയുന്നുണ്ട്. കംസൻ പറഞ്ഞു, പണ്ട് നാരദനൊരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടു. ആ സമയത്ത് നാരദനാനോട് പറഞ്ഞത്, നിന്നോട് പറയാൻ കേൾപ്പൻ നിനക്കാഗ്രഹമെങ്കിലോ എന്നോട് പറഞ്ഞതാണ്. ആ ശുക്ലവസ്ത്രനായ ജടാമണ്ഡലമേന്തിയവനായ എന്നൊക്കെ നാരദനെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആ നാരദനെ ഞാൻ ഒരിക്കലേ കാണുണ്ടായി. ബ്രഹ്മലോക സഞ്ചാരി അവ്യയൻ ആ മുനീന്ദ്രൻ വന്നു കണ്ടു ഞാൻ പൂജിച്ചു യഥാവിധി. ഒരിക്കൽ നാരദൻ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അസുരന്മാരും രാജന്മാരും ഗന്ധർവന്മാരും ദേവന്മാരൊക്കെ നാരദന് ലോകത്തുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആർക്കും സുഹൃത്തിനെ പോലെയാണ് നാരദൻ. എല്ലാവരും ആദരിക്കാറുണ്ട്. പുരാണങ്ങളിലൊക്കെ കാണാം. കംസനായാലും രാവണനായാലും ഹിരണ്യകശിപുവിനൊക്കെ നാരദനെ തീരെ നിരാകരിക്കില്ല. അദ്ദേഹമായിട്ട് സമർത്ഥമായ വാക്കൊക്കെ പറഞ്ഞിട്ട് പലരെയും കുണ്ടിൽ ചാടിക്കുകയും ചെയ്യും.
എന്നിട്ട് നാരദനെ പൂജിച്ചു. നാരദൻ പറഞ്ഞു, അല്ലയോ കംസ, നീ ഉഗ്രസേനല്ല, നിന്നച്ഛൻ എന്നാൽ മഹാബലൻ തേജസ്യാം സൗഭവതി ഊർജിതൻ ദ്രുമിളാഖ്യനം. പലതും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, എടോ നിന്റെ അച്ഛൻ ഈ കാണുന്ന ഉഗ്രസേനല്ല, ഇയാൾ ഊർജിതനല്ല, വേണ്ടത്ര കഴിവൊന്നുമില്ലാത്ത ആളാണെന്നർത്ഥം. അത് നേരത്തെ അല്പമർത്യനാണ് എന്ന് കംസൻ തന്നെ പറയുന്നുണ്ട്. ഈ ഉഗ്രസേനല്ല നിന്റെ പിതാവ്. നിന്റെ അച്ഛൻ ആരാണ്? നിന്റെ അച്ഛൻ മഹാബലൻ തേജസ്യാം സൗഭവതി ഊർജിതൻ ദ്രുമിളാഖ്യനം. ദ്രുമിളൻ എന്ന പേരോടുകൂടിയ സൗഭരാജ്യത്തിലെ രാജാവാണ് നിന്റെ അച്ഛൻ. അത് വളരെ ഊർജിതാശയനാണ്, ഗംഭീരനാണ്, ബലവൈര്യങ്ങളോടൊത്തവനാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പം ആർക്കായാലും തൻ്റെ അമ്മ സന്താനമായുണ്ടായ താൻ അമ്മയുടെ ഔദ്യോഗിക ഭർത്താവായ ഉഗ്രസേനൻ്റെ മകനല്ല എന്ന് കേട്ടാൽ വിഷമം തോന്നുമല്ലോ. എതിരാകുമ്പോൾ സഹിക്കാത്തതാണ്. എനിക്ക് ഒരാൾ ദേഷ്യമൊക്കെ ഒന്നും കംസനും പറയുന്നില്ല. അവൻ്റെ ആ വാക്ക് കേട്ട് അല്പൻ രോഷമയെന്നവൻ അമ്മയെ പറ്റീനെ, തൻ്റെ പെറ്റമ്മയെ പറ്റീനെ പറഞ്ഞപ്പോൾ ഈ ദേഷ്യമൊക്കെ വന്നെങ്കിലും കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ മറച്ചു വെച്ചിട്ട് ചോദിച്ചു. വീണ്ടും ചോദിച്ചു ഞാൻ, ബ്രഹ്മൻ ദ്രമിളാസുരൻ എങ്ങനെ എന്നമ്മയോടവനൊത്ത ആ സംഗമം വിപ്രകർഗണി. എൻ്റെ അമ്മയായിട്ട് ഈ അസുരനായിരിക്കുന്ന ദ്രുമിളനെ എങ്ങനെയാണ് സംഘം ഉണ്ടായത്, എങ്ങനെയാണ് ചേർച്ച ഉണ്ടായത് പറയൂ. അത് വിസ്താരമായി കേൾപ്പാൻ മോഹമുണ്ട് എന്നൊക്കെയാണ്. അതൊക്കെ വിസ്തരിച്ച് കേൾക്കാൻ എന്തായാലും സന്തോഷം എന്നറിയില്ല. ഏതായാലും കംസന്റെ വാക്കെങ്ങനെയാണ്, ഇത് വിസ്താരമായി കേൾപ്പാൻ മോഹമുണ്ടു തപോനിധേ. സ്വന്തം അമ്മയെ പറ്റിയാണ് എന്നെ, എന്നാലും അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ അറിയണമല്ലോ. എന്നോട് ചോദിച്ചു. അപ്പോൾ നാരദൻ പറഞ്ഞു, നിന്നോട് പറയാം, ശരിയായി കേൾക്കാമന്നവാ. പണ്ടൊരിക്കലേ സുയാമുനാഖ്യശൈലത്തെ നിന്റെ അമ്മ രഹസ്വല ആർത്തവം കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് നിന്റെ അമ്മ കുറേ സ്ത്രീകളോട് കൂടിയിട്ട് സുയാമുനം എന്നു പേരുള്ളതായ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതം സന്ദർശിക്കാൻ പോയി. ഒരു വിനോദസഞ്ചാരം പോലെ പോയതായിരിക്കണം. വേറെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്ത്രീകളോടൊന്നിച്ച് പോയിരുന്നു കൗതൂഹലാൽ. ആ പ്രദേശം ഞാൻ നടക്കുകയാണ്. അവിടെ അപ്പോഴും ഈ പർവ്വതത്തിൻ്റെ താഴ്വാര പ്രദേശങ്ങളിലൊക്കെ ധാരാളം വൃക്ഷങ്ങളും ലതകളും പൂങ്കാവനങ്ങളും ധാരാളം കാട്ടുപൂക്കളൊക്കെ ഉണ്ട്. പക്ഷിമൃഗാദികളുടെ ശബ്ദമുണ്ട്, മധുരോദാരമായ ഉൽനാദങ്ങളുണ്ട്. അതൊക്കെ വർണ്ണിക്കുകയാണ്. മധുരം കിന്നരൻ പാടി മാറ്റലി കൊള്ളുമാറവൾ കേട്ടു കാമം വളർക്കുന്ന കർണസൗഖ്യവചസ്സുകൾ. മയിൽ കൂകുന്നതും പക്ഷിക്കൂട്ടം ശബ്ദിച്ചിടുന്നതും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടും സ്ത്രീധർമ്മത്തിൽ കൊതിച്ചുപോയി. അവിടെ സ്ത്രീധർമ്മത്തിൽ കൊതിച്ചു പോയിട്ട് ആ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടുള്ള രത്യാസക്തികളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ മനോഹരമായ അന്തരീക്ഷം, ചെവിട്ടിന് സുഖകരമായ ശബ്ദം, കാമത്തെ ഉദ്ദീപിപ്പിക്കുന്നതായ അന്തരീക്ഷം. ഈ സമയത്ത് അവള് സ്വാഭാവികമായിട്ടും രതിയിൽ ആസക്തിയുള്ള ആളായി തീർന്നു എന്നാണ്. ഇതിനിടയ്ക്കിങ്ങന്ന് ഹൃദ്യമായി പോമണം പൂണ്ടു വീശി കാമപ്രബോധൻ മുറ്റും മണം വീശിയേറ്റം മലയേറ്റു വളർന്നവ. വിസ്തരിക്കുകയാണ്. അവിടെ വണ്ടുകൾ മൂന്നുണ്ടായിരുന്നു, കോയിലിൻ്റെ ശബ്ദമുണ്ട്. ഇതൊക്കെ കാവ്യശാസ്ത്രങ്ങളിലൊക്കെ ഇതൊക്കെ മദനവികാരത്തെ വർദ്ധിപ്പിക്കുന്നതാണെന്ന് പറയും. അത് കണ്ടിട്ട് അവളുടെ ഹൃദയത്തിൽ കാമാസക്തി ഉണ്ടായിരുന്നു. സഞ്ചരിച്ചു ശൈലശൃംഗ ഗുഹാനദികൾ തോറുമേ നാനാരത്നം ഉയർന്നുവയിൽ കാഞ്ചനം വെള്ളി എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിസ്തരിച്ചിട്ടാണ് വർണ്ണിച്ചത്. അങ്ങനെ അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടും ഉള്ളിൽ കാമകാരം ഉദിക്കുന്നവളായ അവളെ കുറച്ച് ദൂരത്ത് വെച്ചിട്ട് ഈ ദ്രുമിളൻ കണ്ടു എന്നാണ്. സൗഭേശൻ, സൗഭരാജാവാണ് അയാൾ. അയാൾ എവിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ തേരിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പർവ്വത പ്രദേശത്ത് അതിസുന്ദരിയായിരിക്കുന്ന ഈ കംസൻ്റെ അമ്മയെ കണ്ടു. ഇവിടെയൊക്കെ രസം, ഈ ഭാഗത്തൊന്നും കംസൻ്റെ അമ്മയുടെ പേര് പരാമർശിച്ചേ ഇല്ല എന്നുള്ളതാണ്. ഒരിക്കലും പേര് പറയുന്നില്ല. ദ്രുമിളൻ അവളെ കണ്ടപ്പോൾ തൻ്റെ സൂതനോട്, തേരാളിയോട് പറഞ്ഞു, തേര് ഇവിടെ നിർത്തൂ, ഈ അതിസുന്ദരിയായ ഒരുത്തി നടക്കുന്നില്ല, ഇവളാരാന്ന് അറിഞ്ഞിട്ട് വരാമെന്ന്. സാധാരണ തേരാളിയെ പറഞ്ഞു വെച്ചിട്ട് ചോദിപ്പിക്കാം. പക്ഷേ ഇയാളുടെ കാമകൗതൂഹലം കൊണ്ടോ എന്താണെന്നറിയില്ല, രാജാവായ ദ്രുമിളൻ, അസുരനാണെങ്കിൽ രാജത്തുള്ള ആളാണ്, അയാൾ നേരിട്ട് എന്നിട്ട് അന്വേഷിക്കാൻ പോകാൻ. ഇവൾ ആർക്കുള്ള വൻകണ്ണി വനത്തിൽ സഞ്ചരിപ്പവൾ രൂപൗദാര്യ ഗുണം പൂണ്ടോൾ കാമന്റെ രതി പോലവേ
ഇന്ദ്രന്റെ ഹരിയെപ്പോലെ ആ തിലോത്തമ തന്നെയോ നാരായണന്റെ തുടയിൽ നിന്നുണ്ടായ ഒരാങ്കിയാൾ. അഥവാ ഉർവശിയാണോ? ഉർവശി നാരായണ മുനിയുടെ ഊരുവിൽ നിന്നുണ്ടായതുകൊണ്ടാണ് അവൾക്ക് ഉർവശി എന്ന് പേരുണ്ടായത്. അത് തിലോത്തമയാണോ എന്ന് മറ്റും വളരെ കുറച്ച് വിസ്തരിച്ചിട്ട് തന്നെ പറയുന്നില്ല. അഥവാ പാലാഴി വന്ന സമയത്ത് പൊങ്ങി വന്ന ആ ലക്ഷ്മിയാണോ? അയളന്റെ കാന്തയ അന്നാരി രത്ന ഉർവശി തന്നെയോ? വിസ്തരിച്ച് പറയാൻ നാരായണ വിട്ടുള്ള ആ ലക്ഷ്മി ദേവിയോ ഇവൾ നീലമേഘാന്തരത്തിങ്കൽ മിന്നൽ മിന്നി വിളങ്ങുമേ. കാർമേഘത്തിന്റെ കൂട്ടത്തിൽ മിന്നുന്ന മിന്നൽക്കൊടി പോലെ ഇവൾ ആരാണ്? അതൊന്ന് അറിഞ്ഞിട്ട് വരാമെന്ന്. കാമന്റെ പാട്ടിലായ ഞാൻ മനസ്സിളകിടുന്നുമേ. ഏറ്റവൻ മെയ്യറുക്കുന്നു പൂവമ്പൻ വിശികങ്ങളാൽ. ഈ നല്ല പൂങ്കാവനത്തിലുള്ള കാറ്റുകൾ, വണ്ടിൻ്റെ പുറത്ത് ആ കൊയിലിൻ്റെ നാദം, പൂക്കളുടെ ഗന്ധം, ഇതൊക്കെ കാമികാരത്തെ വർദ്ധിപ്പിക്കുന്നു. കാമികൾക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഇതൊക്കെ വിസ്തരിച്ചത്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ, ഇതിനെന്തോന്നു ചെയ്യണ്ടോ മന്മഥ അഗ്നി ശമിക്കുവാൻ. ഈ കാമമാകുന്ന തീ എടുക്കാൻ ഇപ്പം എന്താ വേണ്ടത്? അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അത് തന്നു. അപ്പോൾ അവളോട് ചോദിക്കാൻ അവൻ എന്ത് ചെയ്തു? അവളെ നോക്കി നിന്നുകൊണ്ട് ഒട്ടുനേരം കണ്ടു ജ്ഞാന വഴിക്കവൻ. ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഈ പരാമർശമൊക്കെ നമുക്കൊരു അത്ഭുതമുണ്ടാവും. സാധാരണ ഋഷികളൊക്കെ, തപസ്വാധ്യായനിരതന്മാരായ ഋഷികളൊക്കെ ധ്യാനാവസ്ഥയിൽ ത്രികാലജ്ഞാനികളാന്നൊക്കെ പറയുന്ന ഋഷിമാർ മനസ്സിലാക്കാറുണ്ട്. ഇയാളെ പറ്റിയൊരു അസുരനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആൾ ധ്യാനം കൊണ്ട് ജ്ഞാന വഴിക്ക് മനസ്സിലാക്കിയതാണ്. എങ്ങനെ മനസ്സിലാക്കി? ആലോചിച്ചു എന്നുള്ള അർത്ഥമുള്ളൂ അവിടെ എന്ന് വിചാരിക്കാം. ആലോചിച്ചപ്പോൾ അടുത്തുള്ള പ്രദേശമായതുകൊണ്ടോ ഒക്കെ ഈ ഉഗ്രസേന ഭാര്യയായ സ്ത്രീയാണിത് മനസ്സിലാക്കിയതായിരിക്കാം. ഏതായാലും അതൊന്നും ഇവിടെ വിശേഷിച്ച് പറഞ്ഞിട്ടില്ല. ഒട്ടുനേരം ധ്യാനം കണ്ടു ജ്ഞാന വഴിക്കവൻ ഉഗ്രസേന പ്രേയസി എന്ന് അറിഞ്ഞേറ്റിതു ഹർഷവും. സന്തോഷമായതാണ്. എന്താ സന്തോഷം? ആളെ മനസ്സിലായല്ലോ. ആളെ മനസ്സിലായപ്പോൾ അവളെ വഞ്ചിക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് താൻ കാമഭ്യർത്ഥന ചെയ്താൽ സ്വീകരിച്ചു എന്ന് വരില്ല. അവൾ ഈ അന്തരീക്ഷത്തിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ട് കാമാവസ്ഥയിലായിരിക്കാമെന്ന് അയാൾ ഊഹിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഉഗ്രസേനൻ്റെ രൂപം തന്നെ പ്രാപിച്ചിട്ട് അസുരന്മാർക്കും ഒക്കെ ഇഷ്ടംപോലെ രൂപം സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് പുരാണങ്ങളുടെ സങ്കല്പം. അവിടെ ചെന്നിട്ട് പുഞ്ചിരിക്കൊണ്ടവൻ മെല്ലെ സ്വരൂപം വിട്ടു ഉഗ്രസേന രൂപത്തെ സ്വീകരിഞ്ഞവൻ മഹാബാഹു ചിരിച്ചും കൊണ്ടടുത്തു ദാനവേശ്വരൻ. പുഞ്ചിരിക്കൊണ്ടവൻ മെല്ലെ പിടിച്ചിതീര്യവാൻ പ്രദർശിച്ചാൻ ഉഗ്രസേന രൂപത്താൻ നിന്റെ അമ്മയെ. പതിസ്നേഹാർദ്രഹൃദയാ പതിയെന്നോർത്തണഞ്ഞവൾ. അപ്പോൾ തനിക്ക് മനസ്സിൽ രത്യാദി വികാരങ്ങൾ ഉണർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഭർത്താവിനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ പിന്തുടർന്ന് വന്നതായിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അവൾ പേടിച്ച് അങ്ങനെ അയാൾ സംഗമിച്ചു ചുരുക്കത്തിൽ. പക്ഷേ എല്ലാവരും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപോലെ ആണെങ്കിലും മനുഷ്യർ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓരോ ആൾക്ക് ചെറിയ ചെറിയ വ്യത്യസ്തതകളുണ്ടാവും. പല്ല് തേക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യരൊക്കെ ചെയ്യുന്ന ഒരുപോലെ തന്നെയാണ്. ശരീരത്തിൽ വെള്ളം ഒഴിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം വായിൽ ചവച്ചിറക്കുന്നു, ഇതാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അവരുടെ തീറ്റീൻ്റെ മാതൃക ഒരുപോലെ ആയിരിക്കും. അതുപോലെ സംഭവഗാദികളിലൊക്കെ ഓരോ ആൾക്കും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇയാളുടെ ഈ വേഴ്ചയിൽ അവൾക്ക് പിന്നെ സംശയം തോന്നിയതാണ്. പതിസ്നേഹാർദ്രഹൃദയ ആ പതി എന്നോർത്താണ് ഞവൾ ശങ്കിച്ചു പോയത് അവനിൽ. പിന്നെ ഗൗരവദർശനാൽ അയാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ അവൾ ആ പടം പരിഭ്രമിച്ചു. അവൾ പേടിച്ചേറ്റ് ചൊല്ലി, ദൃഢമൻ പതിയല്ല നീ. അപ്പോൾ ഈ ഒരു സ്വഭാവ വ്യത്യാസം കണ്ടപ്പോൾ അവൾ പറഞ്ഞു, നീ എൻ്റെ ഭർത്താവാണെന്ന് തോന്നുന്നില്ല, നീ എന്നെ വഞ്ചിക്കാമെന്ന് ആരുമാണ്? വികൃത ആചാരൻ എന്നെ മലിനയാക്കിയവൻ നീ ആരാണ്? പതിവ്രതയായിരിക്കുന്ന എൻ്റെ ഇങ്ങനെ നശിപ്പിച്ചുവല്ലോ. അവർ ദേഷ്യം വന്നു. വാഴുകയൻ രൂപ്സിതം ഭർത്തൃപക്ഷക്കാർ വെടിഞ്ഞവൾ, നീ എൻ്റെ കാര്യമൊക്കെ വിഷമായി തീരും. അതുകൊണ്ട് നീ മോശമിമ്മട്ട് അക്ഷാന്തൻ ദുഷ്കരൻ വികൃതേന്ദ്രിയൻ അനായുഷ്യം അവിശ്വാസ്യം പരതാരാഭിമനുഷ്യനും. അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുക എന്നുള്ള ആയുസ്സിന് നാശമുണ്ടാക്കുന്നതായ, കീർത്തിക്ക് ഭംഗമുണ്ടാക്കുന്നതായ ഇത് നീ ചെയ്തുവല്ലോ എന്നൊക്കെ അവർ അധിക്ഷേപിച്ചോൾ. അപ്പോൾ ഇയാൾക്കതിൽ വലിയ പരിഭ്രമമൊന്നും ഉണ്ടായില്ല. ആ ദ്രുവിളം പറഞ്ഞു, നീ എന്നെ ആക്ഷേപിക്കാൻ തക്കവണമൊന്നുമില്ല എന്ന് പറഞ്ഞു. ചൊടിച്ചാക്ഷേപിപ്പതെന്ത് മൂഢേ പണ്ഡിതമാലിനി, നീജൻ മർത്യവശം വാഴും മർത്യൻ ഭർത്താവിടുന്ന നീ. നിനക്ക് ഇത്രയൊക്കെ കേമത്ത് എന്താ ഉള്ളത്? മരിച്ചു പോകുന്നവനായ മർത്യൻ എന്ന് പറഞ്ഞാൽ തന്നെ മരണശീലത്തോടു കൂടിയവനാണ്.
പുഴുപോലെയുള്ളൂ രാഷ്ട്രന്മാരുടെ ദൃഷ്ടിയിൽ മനുഷ്യർ. അങ്ങനത്തെ ഒരാളുടെ ഭാര്യയായ നീ എന്നെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ എന്താണ്? ഇനി അന്യപുരുഷനെ പ്രാപിച്ചു എന്ന് വന്നാൽ തന്നെയും സ്ത്രീകൾക്ക് അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല എന്നൊക്കെയാണ് അയാൾ പ്രസംഗിച്ചത്. വിഭിചാര, സ്ത്രീകൾ ദുഷിക്കില്ല, സ്ത്രീമാനഗർവിധേ, സ്ത്രീകളുടെ അഭിമാനത്തെ പറ്റി ഗർവ് പറയുന്നവളെ. ഇത്തരം ഒരു പരാമർശം ദേവീഭാഗത്തിലും കാണാം. ചാരം കൊണ്ട് വ്യഭിചാരാദികളെ കൊണ്ട് സ്ത്രീകൾക്ക് ദോഷമൊന്നും വരാനില്ല എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഉറച്ചതി അവർക്കില്ല വിശേഷാത്മാനും ഇതിനെ, അല്ലെങ്കിലും സ്ത്രീകൾക്ക് എന്താണ് ഉറച്ച ബുദ്ധിയുള്ളത് എന്നൊക്കെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ തിരുമണം പറയാണ്. കേൾപ്പുണ്ട് പല പെണ്ണുങ്ങൾ വ്യഭിചാരക്രമങ്ങളാൽ ദൃഢവിക്രമ ദേവാഭർ മക്കളെ പെറ്റിനിപ്പതും. അതല്ല, ഞാൻ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് എത്രയോ സ്ത്രീകളെ അന്യപുരുഷന്മാരെ പ്രാപിച്ചിട്ട് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. നീ വലിയ അത്ഭുതം പറയട്ടല്ല, നീ ആരാ എന്നോട് നീ ഭക്തകാശിനി നൽകയാൽ കംസനാകിൻ്റെ വിധ്വംസി നിനക്കുണ്ടായി വരും മകൻ എന്ന് പറയുകയും ചെയ്തു. എന്നോടുള്ള സംഘം കൊണ്ട് നിനക്ക് കംസൻ എന്ന പേരില് യുദ്ധവീരനായ ബലവാനായ ഒരാളുണ്ടാവും എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കാപ്പാട് ദേഷ്യവും ക്രോധമൊക്കെ വന്നു. അവൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വഞ്ചിച്ചിട്ടുണ്ടായ ആ പുസ്തകനെ കൊല്ലാൻ തൊക്കവണ്ണം എൻ്റെ ഭർത്താവിൻ്റെ വംശത്തിലെ യാദവ വംശത്തിൽ തന്നെ ഒരാളുണ്ടാവും. അയാൾ നിമിത്തം ഈ കംസൻ കൊല്ലപ്പെടുന്ന നിന്റെ മകനായ കംസൻ പ്രസവിക്കുന്നതൊക്കെ ഞാനാണെങ്കിലും എൻ്റെ സമ്മതമില്ലാതെ നിന്റെ വീര്യത്തിലുണ്ടാവുന്നവനാണ്. അതുകൊണ്ട് കുലാധമ പ്രജാവർഗം ലോകവും താങ്ങും ഓരവർ നീജനീ ഭർത്തൃവംശത്തിൽ പുമാനവതരിഞ്ചിടും നീജ അവൻ നിനക്കെന്ന് അന്തകന നീ തന്നുള്ള ഒരു പുത്രനും ഇത് പറഞ്ഞു നിന്നെ കൊല്ലുന്നുള്ളൂ. സൗഭനെ പിന്നീട് കൃഷ്ണൻ വധിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാദവംശത്തിൽ തന്നെ ഒരാളുണ്ടായിട്ട് നിനക്ക് എങ്ങനെ ഉണ്ടാകുന്ന പുത്രനെയും കൊല്ലും നിന്നെയും കൊല്ലും എന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ അന്ന് നാരദൻ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഈ ആനക്കാരനോട് പറയാൻ. അതുകൊണ്ട് എനിക്ക് ഉഗ്രസേനെ പറ്റി ബഹുമാനമൊന്നുമില്ല, അവരൊക്കെ പരപക്ഷീയരാണ്, ശത്രുപക്ഷത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നീ നാളെ ആനയെ കൊണ്ട് അവരെ കൊല്ലിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ദിവസം രാത്രി കഴിഞ്ഞു. അന്നത്തെ ദിവസം തീർന്നു. രണ്ടാം ദിവസം ആകുമ്പോഴേ മഹാരംഗം പൂർണ്ണമായി പോർ കാണാൻ വന്ന പൗരരാൽ. മല്ലയുദ്ധമുണ്ട് കേട്ടപ്പോൾ കാണാൻ വേണ്ടി ആളുടെ കൗതുകത്തിൽ വരികയാണ്. ഗംഭീരമായ രംഗദ്വാരകളിൽ അലങ്കരിച്ചിരുന്നു. സഭയൊക്കെ വേണ്ട പോലെ ഒക്കെ ആയിട്ടുണ്ട്. അനവധി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതൊക്കെ വർണ്ണിക്കുകയാണ് കുറേ ശ്ലോകത്തിൽ. രത്നമുഖമൊത്തിയിടുമവ രണ്ടാം നിലകളുള്ളവ തിറകൊക്കും കുന്നുപോലെ ഇളങ്ങി മറയുള്ളവ അതിൽ ചാമര ഹാരങ്ങൾ ഭൂഷണൗഹസ്വരങ്ങളും വേശ്യാമഞ്ചങ്ങളും വേറെ നല്ല വസ്ത്രം വിധിച്ചവ വേശ്യമാരത്ത് ശോഭിച്ചു വിമാനങ്ങളുടെ ധാടിയിൽ. ഒക്കെ പഴയ കൃതികളിലൊക്കെ കാണാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വേശ്യാങ്കനകൾക്കൊക്കെ പ്രത്യേക സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്നതായിട്ടും ഒക്കെ കാണാം. അക്കാലത്തൊരു സമ്പ്രദായമാണത്. അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രത്നാലങ്കൃതങ്ങളായ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വിരിപ്പൊത്ത് ശോഭിച്ചു 100,000 ശരി കാണികൾ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനക്രമത്തനുസരിച്ച് ആയിരക്കണക്കിന് 100 ആസനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രംഗമണ്ഡപത്തിലേക്ക് വരാൻ വേണ്ടി കൃഷ്ണനും രാമനും പ്രഭാതത്തിൽ വരികയാണ്. അപ്പോഴാണ് ഈ കുവലയാപീഠം എന്ന് പറയുന്ന ആനയും കൊണ്ട് ആനക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ ആനയെ മാറ്റി നിർത്തൂ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പരിഭ്രമിക്കുന്നു. പക്ഷെ ആനയെ കണ്ടപ്പോൾ തന്നെ കൃഷ്ണൻ രാമനോട് പറഞ്ഞു, ഈ കംസന് നമ്മളെക്കുറിച്ച് വലിയ പരിഭ്രമമുണ്ട്, ചത്തുപോകുന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ആനയെ കൊണ്ട് എന്നെ ആക്രമിപ്പാൻ മുതിർന്നവൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചാടി വീണിട്ട് പരം കൈകൊട്ടി ഞാൻ പ്രഭു ആനയുടെ മുമ്പിൽ പോയിട്ട് കൂക്കി വിളിച്ചതാ. കൂക്കി കൈകൊട്ടി ആർത്തിട്ടു മുൻപിട്ട കുംഭി തന്നെ ശീകരം തിങ്ങിടും തുമ്പിക്കൈ മാറുകൊണ്ടങ്ങു താങ്ങിനാൻ. ആ മസ്തകത്തിൽ ഇടിക്കുകയും ചെയ്തു. ആനയെ ആകപ്പാടെ പ്രകോപിപ്പിച്ചു. അപ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് കൃഷ്ണനെ എടുത്ത് എറിയാനും കുത്താനൊക്കെ നോക്കി. പക്ഷേ കൃഷ്ണൻ വളരെ സമർത്ഥമായിട്ട് ആനയുടെ 4 കാലിൻ്റെ ഇടയിൽ ചെന്നിട്ട് പതുങ്ങി. കാൽക്കൂട്ടിൽ നിന്നും ആ കണ്ണൻ പോകുന്നു മർദ്ദിച്ചു നെന്തിയെ ആ കൂറ്റൻ കണ്ണനെ കൊല്ലുവാൻ അരുതാഞ്ഞു വിമൂഢനായി. ആനയ്ക്ക് ശരീരം തിരിക്കുക അത്ര എളുപ്പമല്ലല്ലോ. ഈ 4 കാലിൻ്റെ ഇടയിൽ പോയി നിന്നപ്പോൾ എവിടെയാണ് ശരിക്കുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി. ഏതായാലും അങ്ങനെ ചെയ്ത സമയത്ത് മുട്ടുകുത്തി ഇതിലെത്തങ്ങോ വീണവൻ കൊമ്പ് കുത്തിനാൻ. കൃഷ്ണനാകട്ടെ അവനെ കൈകൊണ്ട് ഇടിച്ചു. ഇതിപ്പോൾ മുട്ടുകുത്തി ഇരുന്നു. കൃഷ്ണനെ കുത്താൻ നോക്കിയപ്പോൾ കൃഷ്ണൻ വളരെ വേഗത്തിൽ നീങ്ങിക്കളഞ്ഞു. അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 കൊമ്പുകളുടെയും മധ്യത്തിലായി മസ്തകത്തിൽ ഒരു ഇടി കൊടുത്തു.
കൈ രണ്ടുകൊണ്ടും കൊമ്പ് ഉരി കുത്തിനാൻ അതുകൊണ്ടു താൻ. ഈ നടുക്ക് രണ്ട് കൊമ്പിനടുത്ത് മസ്തകത്തിൽ ചവിട്ട് വെച്ച് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ കൊമ്പുകൾ, ആനക്കൊമ്പുകൾ നിസ്സാരമായി വലിച്ചു ഉരിയുന്ന ഒക്കെ അത്യത്ഭുതകരമായ വർണ്ണനയാണ്. ഒന്നും സാമാന്യക്കാരും ചെയ്തതല്ല, നേരത്തെ അത്ഭുതപ്പെട്ട. കാരണം ഒരു ആനയുടെ കൊമ്പൊക്കെ ഊരിയെടുക്കാൻ എളുപ്പമല്ല, പക്ഷെ അതൊക്കെ ചെയ്തു എന്നാണ്. എന്നിട്ട് ആ കൊമ്പുകൾ രണ്ടു കൊമ്പുകൾ നേട്ടനും നെരഞ്ഞിലും കയ്യിൽ വെച്ചിട്ട് എന്തവരായുധം എന്നൊക്കെ ഭാഗവതത്തിലും കാണാം. ആനക്കൊമ്പുകളാകുന്ന ആയുധങ്ങളോട് കൂടിയിട്ടാണ് അവർ രംഗത്തെ പ്രവേശിക്കുന്നത്. അവരുടെ ആ ഗൗരവവും ഭംഗിയും കണ്ടിട്ട് ഓരോരോ ജനവിഭാഗങ്ങൾ ഓരോ തരത്തിൽ വിചാരിച്ചു എന്നൊക്കെ മനോഹരമായ വർണ്ണന ഭാഗവതത്തിലുണ്ട്. ചിലർക്ക് സ്വന്തം ജനക യാദവന്മാർക്ക് ഞങ്ങളുടെ ആളാണെന്ന് തോന്നി, സ്ത്രീകൾക്ക് കാമദേവനാണെന്ന് തോന്നി, മല്ലന്മാർക്ക് ഇടിവാളായിട്ട് തോന്നി, കംസന് സാക്ഷാൽ അന്തകനാണ് വരുന്നത് തോന്നി എന്നൊക്കെ മനോഹരമായിട്ട് പറയും. ഒരു ശ്ലോകം, മല്ലന്മാർക്കിടിവാൾ ജനത്തിനരജന്മീനങ്കനേണാക്ഷിമാർക്ക് ഏർത്തമ്പനായ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ ശ്ലോക പ്രസിദ്ധമാണ്. അങ്ങനെ സമസ്തര് നോക്കി നിൽക്കെ രംഗംഗതസാഗ്രജ ഏട്ടനോട് കൂടിയിട്ട് കൃഷ്ണൻ മല്ലയുദ്ധ രംഗത്തേക്ക് വന്നു. മല്ലയുദ്ധം എങ്ങനെയൊക്കെയാ വന്നു അതൊക്കെ ഏറെക്കുറെ ഇവിടെ പറയുന്നുണ്ട്. കയ്യിലെന്തുന്തെന്തിദന്തം കൊണ്ട് ശോഭിച്ചു കേശവൻ ചന്ദ്രാർത്ഥത്തെ താങ്ങി നിൽക്കൂ മേഘ ശൃംഗാദ്രി പോലവേ. ആ ദന്തിദന്തം ആനയുടെ പല്ലാണല്ലോ കൊമ്പായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ദന്തിദന്തം എന്ന് പറയുന്നത്. ആനക്കൊമ്പ് കൈ പിടിച്ചുകൊണ്ട് ചാടിക്കളിക്ക് ഗോവിന്ദന ആ രംഗക്കടലൊക്കെയും ജനൗഹപ്പതിനാഥത്താൽ പൂരിക്കും വർണ്ണമായിതേ. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ചിലർക്ക് വലിയ പരിഭ്രമം ഉണ്ടായി. പാവം ചെറിയ കുട്ടികളാണ്, ഇവരെ ഈ മല്ലന്മാരോട് യുദ്ധം ചെയ്യാൻ വിടുന്നത് ശരിയല്ല, ഇത് അധർമ്മമാണ്, കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ പാപം ഉണ്ടാകുന്നവർ ചിലരൊക്കെ കരഞ്ഞു, ചില എഴുന്നേറ്റ് പോകാൻ നോക്കി, ചില കൗതുകത്തോട് കൂടിയിട്ട്. കാരണം കൃഷ്ണൻ്റെ കഥകൾ വളരെ പ്രചരിതമായിരുന്നു. ഇവരാണ് പൂതനയെ കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ പഴയകാല ഗോവർദ്ധനപർവ്വതം ഉയർത്തിയതും ഒക്കെ ചിലർക്ക് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അതിനോട്ടിരിക്കുകയാണ് കൃഷ്ണൻ അവിടെ എത്തിയത്. കണ്ണന് പോരിൽ ഒക്കേറും ചാണൂരൻ നാറ്റ് നൽകിനാൻ. കംസനാകട്ടെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ചാണൂരൻ മുതലായ മല്ലന്മാരോട് ഈ കുട്ടിയോട് യുദ്ധം ചെയ്യാൻ ആജ്ഞ കൊടുത്തു. ആന്ധ്രാമല്ലൻ ചതിയനാ മൂക്കൻ മുഷ്ടികനെ ഇവേ ക്രുദ്ധനായി വരദേവനായി കൽപ്പിച്ചാൻ അദ്രിതുല്യനെ. കൽപ്പിച്ചിരിപ്പൂണ്ടു കംസൻ ചാണൂരനോട് ഉന്നമേ നീ കണ്ണനോട് യത്നത്താൽ പൊരുതീഴണമെന്നു താൻ. ചാണൂരനോട് നേരത്തെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. ഈ കൃഷ്ണനോട് രാവനോട് യുദ്ധം ചെയ്തിട്ട് അവരെങ്ങനെ വധിക്കണം ആദ്യം പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ രംഗത്ത് വന്നു. കൃഷ്ണനും ബലരാമനുമായിട്ട് എന്ന് വെച്ചാൽ ഭാഗവത്തിൽ കാണാൻ ആദ്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, ഞങ്ങളെപ്പോലുള്ളവരോട് വേണമെങ്കിൽ മല്ല് പിടിക്കാമെന്നല്ലാതെ നിങ്ങൾ ഇരുമ്പുരുക്ക് പോലെ വിലയുള്ള കൈകളോട് കൂടിയവരാണ്, ഞങ്ങളാകട്ടെ പാവം കുട്ടികളല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാണൂരൻ ആദ്യം പറഞ്ഞു, അങ്ങനെ കുട്ടികളാന്ന് പറയാൻ പറ്റില്ല, കാരണം ആനയെ തന്നെ കൊന്നുമല്ലോ ഇപ്പോൾ, നിങ്ങളത്ര മോശക്കാരൊന്നുമില്ല, മാത്രമല്ല രാജാവിൻ്റെ ആജ്ഞ പ്രജകൾ പാലിക്കേണ്ടതാണ്, അപ്പോൾ ഞങ്ങളോട് യുദ്ധത്തിന് വരൂ എന്നൊക്കെ പറഞ്ഞു എന്നുണ്ട്. ഏതായാലും ഇവർ പറഞ്ഞു, യാദവന്മാരൊത്തുകൂടി പറഞ്ഞാൽ ഇപ്പോഴങ്ങനെ. തോന്നുന്നില്ല, യാദവന്മാർ സഭയിലുള്ളവരൊക്കെ പറഞ്ഞു വലിയ കഷ്ടമായി പോയി ഈ ചെയ്യുന്നത്. കാരണം ചെറിയ കുട്ടികളോട് വലിയ മലന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ ശരിയല്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ബാലനോ വൃദ്ധനോ അന്ത്യപ്രായനോ വസനോ ബലം മൂക്കനോ നെപ്പുരംഗത്തു കക്ഷിക്കാർ കണ്ടുറങ്ങണം. ബലത്താൽ ക്രിയാലും താൻ കയ്യാങ്കളി അറിഞ്ഞവർ വീഴിച്ചെങ്കിൽ പിന്നെയൊന്നും ചെയ്തിടരുത് അറിഞ്ഞവർ. പിന്നെ നല്ല യുദ്ധത്തിന് ചില മര്യാദകളും സമ്പ്രദായങ്ങളൊക്കെ ചിലരൊക്കെ പറഞ്ഞു. കൃഷ്ണൻ ഇവിടെയും പറയുന്നുണ്ട്, കുട്ടി ഞാൻ കൂറ്റനാനന്ദൻ ദേഹത്താൽ മലയൊന്നവൻ. ഞാൻ ചെറിയ കുട്ടിയാണ്. ഈ ചാണൂരൻ എന്ന് പറയുന്ന മല്ലനാകട്ടെ മല പോലെ വലിയവനാണ്, കയ്യൂക്കുള്ളവനായിട്ടോ യുദ്ധം. പക്ഷെ ഞാൻ സമ്മതിക്കുന്ന അവിടെ പറഞ്ഞു, ഞാൻ ചെയ്തതായവരിലൊന്നും മല്ല യുദ്ധം വ്യതിക്രമം ദുഷിപ്പിക്കില്ല ഞാൻ കയ്യാങ്കളിക്കാലും മതം. എന്നിട്ട് പറയുകയും ചെയ്തു, ഞാൻ കയ്യാങ്കളി എങ്ങനെയാ മല്ല യുദ്ധം ചെയ്യാം, നിങ്ങളുടെ സമ്പ്രദായത്തൊന്നും ഞാൻ ലംഘിക്കുന്നതല്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തു. കുറച്ചു നേരം അങ്ങോട്ടും പിടിയും വലിയൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിച്ചു. ചുരുക്കത്തിൽ എന്ത് ചെയ്തു, ഈ പല മല്ലരെയും പോരിയിൽ അവൻ വീടിച്ചു ഒന്നുപോൽ. ചാണൂരനെ കൃഷ്ണനും കൊന്നു, മുഷ്ടികനെ ബലരാമനും കൊന്നു. കുറച്ചു നേരം കൊണ്ട് തന്നെ അവരൊക്കെ വധിച്ചു. ബാക്കി ചിലരൊക്കെ ഉണ്ടായിരുന്നവർ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അനേകം ആളുകൾ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ ഉണ്ടായത്. കംസനാകപ്പാടെ പരിഭ്രമിച്ചു. അദ്ദേഹം മഞ്ചത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ആ വാദ്യഘോഷങ്ങളൊക്കെ നിർത്തൂ, ഈ യാദവന്മാർ
ഈ ഗോപന്മാരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, അതുകൊണ്ട് ഇവരൊക്കെ പിടിക്കുകയാണ് വേണ്ടത്, ഇവരാരെയും രക്ഷപ്പെടാൻ സമ്മതിക്കരുത്, വസുദേവരെ പോലൊക്കെ ജയിലിലാക്കുകയാണ് വേണ്ടത്, കൊല്ലുകയാണ് വേണ്ടത്. കാരണം ആകപ്പാടെ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോയി കൃഷ്ണൻ. ഇവരൊക്കെ കൊല്ലപ്പെടുന്നു എന്ന് വിചാരിച്ചില്ല. കേമായിട്ട് പറയുന്നില്ല, അവൻ ചൊടിച്ചു കൽപ്പിച്ചു പല വൻപിച്ചവൻ തെര്. അപ്പൊ ഈ കൃഷ്ണരാമന്മാർ രണ്ടുപേരും കൂടിയിട്ട് ചാണൂരിനെയും മുഷ്ടികനെയും ദോശലിനൊക്കെ വധിച്ചുവല്ലോ. അപ്പൊ ആകപ്പാടെ പരിഭ്രമം വന്നു. എന്തൊക്കെയാ പറയേണ്ടത് രൂപമില്ല. തൻ്റെ സ്ഥിതിക്കൊത്തിട്ടല്ല വിളിച്ചു പറയുന്നത്, ഭീരുവെ പോലെ വിളിച്ചു പറയുകയാണ്, എൻ്റെ രാജ്യത്ത് വാക്കൊല്ല ഗോപന്മാരിൽ ഒരുത്തനും ഈ പാരദർശി വികൃതന്മാരെ കാണേണ്ടതില്ലവേ. എന്നിൽ പാവങ്ങൾ തോന്നുന്ന ദുഷ്ടരാം നന്ദഗോപനെ ഇരുമ്പു ചങ്ങലപ്രായ ലോകവാസത്തിലാക്കുവിൻ. ആ നന്ദഗോപരെയും വസുദേവരെയും ഒക്കെ കെട്ടിയിടേണ്ടതാണ്. എനിക്ക് ഇവരൊന്ന് കാണുന്നതിൽ ഇവര് മഹാദുഷ്ടന്മാരാണ്, ഇവര് എൻ്റെ ശത്രുക്കളാണെന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ തൻ്റെ അച്ഛനെയും അമ്മയെയും നന്ദഗോപരെയും ഭർത്തച്ഛനായ നന്ദഗോപരെ നിക്ഷേപിക്കുന്ന കൃഷ്ണ സഹിച്ചില്ല. ആരും വിചാരിക്കാവുന്നതിനേക്കാൾ വേഗത്തിൽ ഒരൊറ്റ ചാട്ടത്തിന് ആ കംസന്റെ മന്ദത്തിലേക്ക് എത്തിന. കംസൻ ആത്മനാശത്തിനായി കേറിച്ചൊല്ലുവൻ. ആത്മനാശത്തിനായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ആരും കണ്ടില്ല രംഗത്ത് നിന്ന് ചാടുന്ന കണ്ണനെ. ആർക്കും മനസ്സിലായില്ല കൃഷ്ണൻ എന്താ ചെയ്യാൻ പോകുന്നത്. വളരെ വേഗത്തിൽ ആ കംസന്റെ മന്ദത്തിലെത്തി. കംസൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദേവകിയുടെ വിവാഹകാലം മുതൽക്ക്, വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള കാലം മുതൽക്ക് 8ാമത്തെ കുട്ടിയെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള കൃഷ്ണൻ വളരെ സമീപത്തെത്തിയപ്പോൾ ആകപ്പാടെ പരിഭ്രമിച്ചു. എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. കൃഷ്ണനാകട്ടെ ആ മുടിക്കെട്ടിൽ പിടിച്ചു. പണ്ട് കുടുമയുണ്ടാവുമല്ലോ, രംഗയെ മധ്യേ മുടിക്കെട്ടിൽ കംസനെ പിടികൂടിനാൻ. അവൻ്റെ മകുടം വീണു പൊന്മയം വജ്രഭൂഷിതം. ആളെ കിരീടങ്ങളൊക്കെ തെറിച്ചുപോയി. കൃഷ്ണനാകട്ടെ ഈ മുടിക്കെട്ടിൽ കുത്തിപ്പിടിച്ചിട്ട് ആ കംസന് മഹാബലവാനാണ്, കേവനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന കൃഷ്ണനെ ആ രംഗമധ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു എന്നാണ്. മുടിയിൽ പിടിവെട്ടാൽ ആ കണ്ണൻ അങ്ങിളകാതയായി ഔവണ്ണൻ തന്നെ സമ്മൂഢനായി വൈകല്യം കണ്ടുപോയി. മുടിയിൽ പിടിവെട്ടുള്ളോൻ വിയപ്പിട്ടോൻ ചത്തവണ്ണമേ. എന്നിട്ട് ആ കിരീടം തെറിച്ചു പോയ ആകപ്പാടെ വിഷമത്തിലായിരിക്കുന്ന ആ കംസനെ പിടിച്ചിട്ട് പിടികൂടിയിട്ട് ആ ക്ലേശിപ്പിക്കേണ്ട കംസനെ കണ്ണൻ വലിച്ചിഴച്ചിട്ടുള്ളും ഭോജരാജൻ മഹാനിധി മെയ്വലിപ്പാടാണ്ട കിടങ്ങുണ്ടാക്കി രംഗഭൂമിയിൽ. വലിയ മരത്തിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കംസനെ വലിച്ചപ്പോൾ ആ രംഗദ്വാരത്തില് ഒരു കുഴി തന്നെ ഉണ്ടായിപ്പോയി എന്നാണ്. ഏതായാലും വലിയ താമസം ഉണ്ടായില്ല, മരിച്ചു. സമാൻ വാടത്തു കളിച്ച് ഇഴച്ചിട്ട് മരിക്കവേ കണ്ണൻ കംസന്റെ ദേഹത്തെ ദൂരത്തേക്ക് അങ്ങെറിഞ്ഞുവേ. മാറിടത്തിൽ മുഷ്ടി കൊണ്ട് ഇടിക്കുകയും ചെയ്തു. അതോടുകൂടി കംസന്റെ യഥാർത്ഥത്തിൽ കംസൻ കൃഷ്ണന്റെ സ്പർശനത്തോടു കൂടി തന്നെ ഭയം കൊണ്ട് തന്നെ മരിച്ചിരുന്നു. ഏതായാലും ഈ ശരീരം വലിച്ചെറിഞ്ഞു എന്നാണ്. കംസന്റെ ദേഹത്തെ ദൂരേക്കെറിഞ്ഞുവേ. അങ്ങനെ കംസന്റെ അഹങ്കാരങ്ങൾ മുഴുവൻ കഴിഞ്ഞു. പിന്നെ 31 പറയുന്നത് കംസന്റെ സ്ത്രീകള് ഭാര്യമാരായിട്ട് അസ്ഥി പ്രാപ്തി മുതലായവരുണ്ട്. പിന്നെ രാജാക്കന്മാർക്ക് അനേക സ്ത്രീകളായിട്ട് ബന്ധമുണ്ടാവും. അവരൊക്കെ കേമായിട്ട് കരഞ്ഞു. ഓക്കെ, അവന് മഹാബാഹോ ഞങ്ങ കെട്ടിയത് ആശ പോയി ബന്ധുപോയവൾ വീരം വ്രതപ്രിയൻ നീ വീരൻ നീ വീരകേ വീരപന്നികൾ കഷ്ടമേ രാജസാർദൂല വിധിപ്പൂഷബാന്ധവം. ഞങ്ങളൊക്കെ വീട്ടിൽ പോയല്ലോ എന്നൊക്കെ പുരാണങ്ങളിലും കാവ്യങ്ങളിലൊക്കെ സ്വതേ കാണാറുള്ള മട്ടിൽ പറഞ്ഞു. നീ ഞങ്ങളോട് വലിയ പ്രിയമുള്ളവനായിരുന്നു, ഇപ്പം എന്താണ് ഞങ്ങൾ ഇങ്ങനെ അനാഥകളാകുമ്പോൾ എഴുന്നേറ്റ് വരാം. അയ്യോ കടുപ്പം മർത്തിയൊക്കെ ഇങ്ങനെ ഒത്തുദേഹ യാത്രയും ഭാര്യമാർകളെ നോക്കാതെ വെടിഞ്ഞല്ലോ ഗമിപ്പതും. അവരൊക്കെയായിട്ട് കരഞ്ഞു. അവർ ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെയാണ് പിന്നെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാജാവില്ലാതായല്ലോ, കംസനാണ് രാജാധികാരമൊക്കെ നോക്കി നടത്തിയിരുന്നത്. അച്ഛനുണ്ടെങ്കിലും കാര്യമൊക്കെ നേരിട്ട് നടത്തിയിരുന്ന കംസനാണ്. ആ കംസൻ കൊല്ലപ്പെട്ടോടു കൂടിയിട്ട് യാദവന്മാർക്ക് നേതാവില്ലാതെ വരും, അതിരയ്ക്ക് ഒരു അധിപതി ഇല്ലാതെ വരും. അത് പരിഹരിക്കാനായിട്ട് ഉഗ്രസേനനെ രാജാവായി വാഴിച്ചു ഉള്ള കഥകളൊക്കെയാണ്. പിന്നെ കംസന്റെ സംസ്കാരം, അത് കഴിഞ്ഞിട്ട് ഉഗ്രസേനന്റെ രാജ്യാഭിഷേകനും മുതലായ കഥകളൊക്കെയാണ് ഇനിയുള്ളത്. അതൊക്കെ തുടർന്നുള്ള ഭാഷകളിൽ പറയാം. ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.